കർത്താവിൻ്റെ വചനവും സുവിശേഷവും നിമിത്തം ഞങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വിലയേറിയ സാന്നിധ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ചിന്തകൾ മാത്രം വേഗത്തിൽ നിങ്ങളോട് കൈമാറി ഇരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ശാന്തമായ ദൈവാത്മാവ് തന്ന ചിന്തകളിലേക്ക് കടക്കുകയാണ്. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ ഹാളിനകത്തുണ്ട്. ആമേ, എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? കരമുയർത്തി ദൈവത്തെ ഒന്ന് ഈ പകൽക്കാലം ആരെയും നോക്കരുത്. നീയും ദൈവവുമായുള്ള ബന്ധത്തിലിരുന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ നീ എന്നോടൊന്ന് ഇടപെടണേ. ഒരു പക്ഷേ പ്രസംഗിക്കുന്ന എനിക്ക് എൻ്റെ പ്രസംഗത്തിന് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ ശക്തിക്ക് ചെയ്യാൻ കഴിയും, ദൈവത്തിൻ്റെ വചനത്തിന് ചെയ്യാൻ കഴിയും. ഈ പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം വായിച്ച വചനം നമുക്കെല്ലാവർക്കും സുപരിതമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് സംസാരിച്ചു കൊണ്ടിരുന്നൊരു പദമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷവും ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വേറൊരു തലത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിലോട് ഇടപെട്ടിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് തന്ന ഒരു ദൂത് ഞാൻ നിങ്ങളോട് വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഏകദേശം നമ്മുടെ ആരാധനയുടെ 30% സമയം കഴിഞ്ഞു. ദൈവാത്മാവ് തന്ന ദൂതുകൾ ഒരു 15 മിനിറ്റിനകത്ത് ദൈവാത്മാവിൽ കൈമാറി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ശാന്തമായി ഞാനിങ്ങനെ പറയട്ടെ, ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് നാം വായിച്ച വാക്യം. അതിനകത്ത് വ്യക്തമായി പറയുന്ന ഒരു ചരിത്രഭാഗമുണ്ട്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിനകത്ത് എബനേസർ എന്ന് പറയുന്ന പദം, എബനേസർ എന്ന് പറയുന്ന പദം 3 പ്രധാനമായി കാണാൻ കഴിയുന്നത്. അത് ശമൂവേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശമൂവേലിൻ്റെ ന്യായപാലനവും തൻ്റെ ചരിത്രവും ഇസ്രായേലുമായി ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്ന പദമാണ്. ഇവിടെ കാണാൻ കഴിയുന്നു 7:12 പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അവന് എബനേസർ എന്ന് പേരിട്ടു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ശമൂവേൽ എന്തുകൊണ്ട് മിസ്പയ്ക്കും ഷേനും മധ്യേ ഒരു കല്ല് നാട്ടിയിട്ട് ആ കല്ലിനെ എബനേസർ എന്ന് വിളിച്ചു? അർത്ഥം ഇത്രയുള്ളൂ പ്രിയരെ. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒട്ടനവധി ചരിത്രങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിലും അതിനകത്ത് ആഴമായി കിടക്കുന്ന ചരിത്രമാണ് ശമൂവേലിൻ്റെ ചരിത്രം. ശമൂവേലിൻ്റെ ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലകന്മാർ അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടം അവസാനിക്കുന്നത് ശമൂവേലിൻ്റെ കാലഘട്ടം കൊണ്ടാണ്. ശമൂവേലിനോട് ദൈവം പറയുന്നത്, ദൈവജനം ചോദിക്കുന്നതനുസരിച്ച് ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുന്നു. ശൗലിന് ശേഷം ദൈവം പറയുകയാണ്, ഇശായിയുടെ കൂടാരത്തിനകത്ത് ഞാൻ ഒരു രാജാവിനെ കണ്ടു. അതിനുശേഷം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. ഒട്ടനവധി രാജാക്കന്മാർ എഴുന്നേറ്റ് വരികയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ ഭരിച്ചിരുന്നത് ന്യായാധിപന്മാരാണ്. ചരിത്രം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തെ വചനവും വേദപണ്ഡിതാക്കളും പറയുന്നത് ഇരുണ്ട കാലഘട്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തനായ ഒരു നേതാവ് എഴുന്നേറ്റ് വരുന്നു, ന്യായപാലനം ചെയ്യുന്നു. പക്ഷേ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്നവർ പിന്നെ പാപത്തിൽ വീണുകയാണ്, ദൈവകൃപയിൽ നിന്ന് വീഴുകയാണ്. അടുത്ത് ഒരു ന്യായാധിപൻ എഴുന്നേറ്റ് വരുന്നു, കുറെ കാലം ശക്തിയോടെ ദേശത്തെ ഭരിക്കുന്നു. പിന്നെ അവരും ബാലിനും അന്യദേവന്മാർക്കും അടിമയായി അവരുടെ ജീവിതവും ശുശ്രൂഷയൊക്കെ അവസാനിക്കുമ്പോൾ ഇവിടെ വചനം പറയുന്നു, ന്യായാധിപന്മാരുടെ എണ്ണത്തിൽ അവസാനത്തെ അഗ്രഗണ്യനായ ശമൂവേലിന്റെ പ്രത്യേകത, അവൻ ഒരു തലത്തിലുള്ള ഓഫീസ് മാത്രമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു തരത്തിലുള്ള ശുശ്രൂഷ മാത്രമല്ല അവൻ കൈകാര്യം ചെയ്തിരുന്നത്. അവൻ പൗരോഹിത്യം കൈകാര്യം ചെയ്തിരുന്നു. അവൻ
അവൻ പ്രവാചകനായിരുന്നു. 3 അവൻ ന്യായപാലനം ചെയ്യുന്നവനായിരുന്നു. 3 തരത്തിലുള്ള ദൈവിക ശുശ്രൂഷകൾ കൈകാര്യം ചെയ്തു വന്ന ശമൂവേൽ അവൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ ന്യായാധിപന്മാരുടെ കാലം അവസാനിക്കുകയാണ്. ന്യായാധിപന്മാരുടെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ശമൂവേലിൻ്റെ മരണത്തോടടുക്കുന്ന അല്ലെങ്കിൽ താൻ മരണത്തോടെത്തുന്നതിനും ചില നാളുകൾക്ക് മുമ്പ് താനുമായുള്ള ഫെലിസ്ത്യ ചരിത്രം പശ്ചാത്തലത്തിൽ നിന്നാണ് ശമൂവേലിൻ്റെ പുസ്തകം നാം വായിച്ച വചനം അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ പശ്ചാത്തലങ്ങൾ. പക്ഷേ വ്യത്യസ്തമായ ഒരു ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ദൈവജനം എപ്പോഴൊക്കെയും ദൈവത്തെ മറന്നു തുടങ്ങുന്നു, അന്യദൈവന്മാരെയും അന്യദൈവത്തെ ആരാധിക്കാൻ ദൈവജനം എവിടെയൊക്കെ തുനിഞ്ഞിറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആരാധിക്കേണ്ടവനെ ആരാധിക്കാതെ, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാതെ, ആരാധന മറന്നു പോകുമ്പോൾ ദൈവജനത്തെ അടിക്കാൻ എൻ്റെ ദൈവം ഫെലിസ്ത്യ ശത്രുവിനെ ഒരു ആയുധമാക്കി മാറ്റി. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ അനുഭവിക്കുന്ന പീഡകൾ, നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ ഇന്ന് പകൽക്കാല കണ്ണടച്ചിരുട്ടാക്കാമെന്നേ ഉള്ളൂ. പലരെയും കുറ്റം പറയാമെന്നേ ഉള്ളൂ, കാലാവസ്ഥയെ പറയാമെന്നേ ഉള്ളൂ. ഇന്നതുകൊണ്ടാണ് ഞെരുങ്ങുന്നതൊക്കെയെന്ന് നമുക്ക് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയേക്കാം. പക്ഷേ അതിൻ്റെ മൂലകാരണം നാം ദൈവത്തെ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം ശത്രുവിനെ നിനക്ക് ഒരായുധമായി ഉപയോഗിക്കും. ഈ പകൽക്കാലം ജീവിതത്തിന്റെ മുൻപിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര തുടഞ്ഞിട്ടും മറുകര കാണാൻ കഴിയാതെ, എത്ര ആഗ്രഹിച്ചിട്ടും ഒരു നല്ല ജീവിതം കാണാൻ കഴിയാതെ, എത്ര കൊതിച്ചിട്ടും കേട്ട വാഗ്ദത്തം കരത്തിൽ പ്രാപിക്കാൻ കഴിയാതെ മണ്ണ് ജീവിതത്തിനകത്ത് ശത്രു പതിയിരുന്നു പോരടിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം മടങ്ങി വരാ. ഈ പകൽക്കാലം ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അറിയാമോ, ദൈവം നിന്നെ ഫെലിസ്ത്യരുടെ കരത്തിൽ കൊടുത്തതിന് പിന്നിൽ എൻ്റെ ദൈവത്തിന് നിന്നെ മടക്കി കൊണ്ടുവരാനാണ് ഉദ്ദേശം. നിന്നെ തകർക്കാനല്ല കുഞ്ഞ്. ഫെലിസ്ത്യർ നിനക്കെതിരെ യുദ്ധത്തിന് വരുന്നത് നീ യുദ്ധ സമയത്തെങ്കിലും വിളിക്കേണ്ട ദൈവത്തെ, ആരാധിക്കേണ്ട ദൈവത്തെ, മഹത്വപ്പെടുത്തേണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുമോ എന്ന് എൻ്റെ ദൈവം ഇന്ന് പകലും പരിശോധിക്കുകയാണ്. ഈ പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവ് ഈ പകൽക്കാലം എന്നിലെ കുറവുകളെല്ലാം ഈ പകൽക്കാലം ചാരമാകട്ടെ, ഈ പകൽക്കാലം അങ്ങയുടെ കരത്തിൽ തിളങ്ങുന്നൊരു മുത്തായി ഈ പകൽക്കാലം എന്നെ ഒന്ന് രൂപാന്തരം ചെയ്യണമേ. ഈ പകൽക്കാലം ഹൃദയം തുറന്ന് ഒരു വ്യക്തി പറഞ്ഞ ഈ പകൽക്കാലം സ്വർഗം തുറന്ന് ദൈവ സാന്നിധ്യം ഇതിന്റെ മടിവിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് 3 എബിനേസർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിനകത്ത്. 1 ശമൂവേലിന്റെ പുസ്തകം വീട്ടിൽ പോയി വായിച്ചാൽ മതി, എൻ്റെ മുമ്പിൽ സമയമില്ല. 4-ന്റെ 1, 5-ന്റെ 1, മൂന്നാമത് ഉപയോഗിച്ചിരിക്കുന്നത് 7-ന്റെ 12. നാം കുറിവാക്യം വായിച്ചെടുത്താണ്. ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിനെതിരെ ഫെലിസ്ത്യർ യുദ്ധത്തിന് വേണ്ടി മുറവിൽ വീട്ടുകയാണ്. ഇസ്രായേൽ ജനത്തിനെതിരെ ശത്രു രാജ്യം സൈന്യമൊരുക്കി കാത്തിരിക്കുകയാണ്. ഇവിടെ വന്ന് നമ്മൾ ദൈവത്തെ കരമടിക്കുമ്പോഴും കൈയടിച്ച് പാടുമ്പോഴും സ്തുതിക്കുമ്പോഴും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് 2 പേരെ കാണിച്ച് 2 പേർക്ക് പ്രൈസ് ലോർഡ് പറഞ്ഞു സ്തോത്രം പറഞ്ഞു ദൈവദാസന്മാർക്കും കൈ കൊടുത്തു പോകുമ്പോൾ മറന്നു പോകരുത്, നമ്മുടെ ഈ യാത്രകൾ സുഖകരമല്ലാതെ ആക്കേണ്ടതിന് എവിടെയൊക്കെ ശത്രുപാളയത്തിനകത്ത് നിനക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ ഒരുങ്ങുന്നുണ്ട്. നീ പോലും അറിയാതെ നിന്റെ കുടുംബത്തെ തകർക്കാം, നിന്റെ ശുശ്രൂഷയെ തകർക്കാം, നിന്റെ തലമുറയെ മുച്ചൂടും മുടിച്ചു കളയ, നിന്റെ കൂടാരത്തിനകത്ത് മരണം വിതയ്ക്കാം. ശത്രുപാളയത്തിനകത്ത് പതിയിരിക്കുമ്പോൾ ഈ പകൽ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയണ, ഇത്രത്തോളം എന്റെ ദൈവം കൊണ്ടുവന്നെങ്കിൽ ഇനിയും അവൻ എന്നെ മടത്താൻ ശക്തനാണ്, അവൻ എന്നെ പുലർത്താൻ ശക്തനാണ്, എന്റെ കുടുംബത്തെ കരുതാൻ എന്റെ ദൈവം ശക്തനാണ്, എന്റെ തലമുറകളെ പരിപാലിക്കാൻ ഈ പകലും
എന്റെ ദൈവ ശക്തനാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ഈ പകൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ഈ പകൽ ആരാധിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് മരണത്തിന്റെ കെട്ടുകൾ ഈ പകൽക്കാലം അടിഞ്ഞു മാറും. ചില രോഗത്തിന്റെ കെടുതികൾ ഈ പകൽ ദൈവാത്മാവ് വ്യക്തമായി അടിച്ചു മാറ്റുന്ന ഈ പകൽക്കാല കൂടാരത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനങ്ങൾ എന്റെ ദൈവം മടക്കി തരുന്ന പകലാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് വായ്കളെ തുറം എന്റെ ദൈവത്തിനാരാ. ശാബാരാബ വൈഡമാന ധൂരമാന ധാരം ധാരം വ്യക്തമായി ദൈവാത്മാവിനെ കാണിക്കുന്നു. ലൈവിലൂടെ കാണുന്ന ചില കൂടാരങ്ങൾക്കകത്ത്, ഈ ഹോളിനകത്തിരിക്കുന്ന ചില കൂടാരങ്ങൾക്കകത്ത് ഒരിക്കലും നിന്നെ വിടത്തില്ലെന്ന്, നിന്നെ ഉയർച്ച കാണാൻ അനുവദിക്കത്തില്ലെന്ന്, നിനക്കൊരു സ്വസ്ഥത തരത്തില്ലെന്ന്, ഒരു സമാധാനം തരത്തില്ലെന്ന്, ഒന്നു മാറി നിനക്കെതിരെ കൂടാലോചനകൾ നടത്തി ശത്രുവിന്റെ പാളയത്തിനകത്ത് അവൻ ഒരുക്കുന്ന ചില നിഗൂഢ പദ്ധതികൾ ഈ പകൽക്കാലം പൊളിച്ചു മാറ്റി എന്റെ ദൈവാത്മാവ് പറയുക, 2025 കുഞ്ഞ് നിന്നെ എനിക്ക് ജയത്തോട് അധികാരത്തോട് വേഷത്തിന്റെ മടിവിൽ, പട്ടണങ്ങളുടെ മടിവിൽ, ദേശക്കാരുടെ മുൻപിൽ, കുടുംബക്കാരുടെ മുൻപിൽ എനിക്ക് നിന്നെ മാനിക്കാം, എനിക്ക് നിന്നെ ഉയർത്താം. പൊളിയട്ടെ. ലോകത്തിന്റെ എല്ലാവിധ ദുരാത്മാക്കളും ഈ പകലാലയം വിട്ടു മാറട്ടെ. ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ട് ഇല്ല. അധ്വാനിക്കുന്നുണ്ട്, ഒരു നന്മ കാണാൻ കഴിയുമില്ല. കരയുന്നവനുണ്ട്, അതിനനുസരിച്ച് വിടുതൽ കാണാൻ കഴിയുമില്ല. നിനക്കെതിരെ ശത്രു വിട്ടിരിക്കുന്ന ചില നിഗൂഢ പദ്ധതികള് ഈ പകൽ എന്റെ ദൈവം പൊളിക്കുക. ചിലതിന്റെ ഉപജീവന മേഖലകളെ ദൈവം തൊടുകയാട്ടോ. ചിലതിന്റെ സാമ്പത്തിക നന്മകളെ ദൈവം തൊടുക. തീർത്ത് കളയാമെന്നും ഒതുക്കി കളയാമെന്നും ആത്മഹത്യ ചെയ്ത് നീ ലോകത്തുനിന്ന് മാറ്റപ്പെടുമെന്നും നിന്നെയും നിന്റെ കുടുംബത്തെ ഒരു ചോദ്യ ചിഹ്നമാക്കി മാറ്റുമെന്നും നിന്റെ ശരീരത്തെ ഒതുക്കിക്കളഞ്ഞ് തകർത്ത് കളയാമെന്ന് ശത്രുയിട്ട എല്ലാ പദ്ധതികളും ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ശരാവലാദ വൈഡവാര ശാരധാര. പ്രിയരെ കേൾക്കണോ? ശമൂവേലിന്റെ പുസ്തകം 4:1 വീട്ടിൽ പോയി വായിച്ചാൽ മതി. 5:1 ശത്രു ശമൂവേലിന്റെ കാലഘട്ടത്തിൽ ഫെലിസ്ത്യർക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം യുദ്ധം ജയിക്കുന്നതിന്റെ രഹസ്യം, ദൈവജനം അനുഗ്രഹിക്കപ്പെടും അതിന്റെ രഹസ്യം, ദൈവജനം വിടുവിക്കപ്പെടും അതിന്റെ രഹസ്യം ശത്രു തിരിച്ചറിഞ്ഞിട്ട് കേൾക്കണോ? അനുഗ്രഹത്തിന്റെ കാരണമായ ദൈവത്തിന്റെ പെട്ടക ഫെലിസ്ത്യർ പിടിച്ചു കൊണ്ടുപോയി. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾക്കറിയില്ല, ഇന്നു പകൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ, നിങ്ങളുടെ ഭാവിയെ തകർക്കാൻ, നിങ്ങളുടെ ശുശ്രൂഷയെ തകർക്കാൻ, നിങ്ങളുടെ സഭയെ തകർക്കാൻ ശത്രുവിട്ടിരിക്കുന്ന പദ്ധതിയുടെ ആഴം. പക്ഷെ ഇന്ന് പകൽക്കാലം കേട്ടോ, നിന്റെ വിജയത്തിന്റെ രഹസ്യം അറിയാവുന്ന ശത്രു നിന്റെ വിജയത്തിന് പിന്നിൽ ചലിക്കുന്ന സാന്നിധ്യത്തെ പിടിച്ചു കൊണ്ടുപോകാൻ ഫെലിസ്ത്യർ പദ്ധതിയിട്ടു. പെട്ടകത്തെ കൊണ്ട് ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് വച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നീ ചുമക്കുന്ന പെട്ടകത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഇരിക്കേണ്ടടുത്തിരുന്നാൽ മാത്രമല്ല അത്ഭുതം. ഹല്ലേലൂയ.
നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നിടത്തിരുന്നാല് അവന്റെ പദ്ധതികളെ പൊളിച്ച് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നതാണ് ഈ വചനത്തിന്റെ ശക്തിയെങ്കിൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ കിലോമീറ്ററുകൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം, ദേശങ്ങൾക്കപ്പുറം, കോണ്ടിനെന്റുകൾക്കപ്പുറം ദൈവത്തിന്റെ വചനം ചില ദാഗോന്റെ ശക്തികളെ ഈ പകൽ മുട്ടുകുത്തിക്കുമ്പോ ചില കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന പാരമ്പര്യത്തിന്റെ മണ്ഡല ഈ പകലന്റെ ദൈവം പൊളിക്കുക, എന്റെ ദൈവം പൊളിക്കുക. അസാധാരണമായ ഒരു ശക്തി പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചു. പാരമ്പര്യമായി കൈമാറി വരുന്ന രോഗങ്ങൾ ഈ പകൽ പൊളിക്കപ്പെടുക. പാരമ്പര്യമായി കൈമാറി വരുന്ന മരണത്തിന്റെ ശക്തികൾ ഈ പകൽ പൊടിയപ്പെടുക. പാരമ്പര്യമായി കൈമാറി വരുന്ന തലമുറകളെ ബന്ധിച്ചൊരുങ്ങുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഈ ദേശത്തടക്കി വാഴുന്ന ഈ ദേശത്തിലെ തലമുറകളെ, ശുശ്രൂഷകന്മാര്, സഭയെ ഒതുക്കുന്ന ഇരുട്ടിന്റെ നിഗൂഢ പദ്ധതികളിൽ നിന്ന് ഇന്ന് പകൽ ദൈവസഭ വിടുവിക്കപ്പെടട്ടെ. സൂര്യാമിഗിതയോലും ചമ്പ്രാമി അയ്യാരോ താഴ്വരയിലും മിൽക്കായെന്ന് യോശുവ പറഞ്ഞപ്പോൾ അതങ്ങനെ സംഭവിച്ചുവെങ്കിൽ അപ്പാ പിതാവേയെന്ന് വിളിപ്പ പുത്രത്വത്തിന്റെ അവകാശം നമ്മ പുത്രന്മാരായ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ഏപ്രിൽ മാസം 6-ാമത്തെ പകൽ ദേശത്തിന്റെ അന്ധകാര മണ്ഡലങ്ങളോട് വഴിമാറാൻ അങ്ങനെ സംഭവിക്കുന്നു. സഭയുടെ വളർച്ചയെ തടയും, ആത്മീക അന്തരീക്ഷത്തെ തടയുന്ന, തലമുറകളെ ഒതുക്കുന്ന, സഭയ്ക്കകത്തു നിഗൂഢ പദ്ധതികൾ ഇടുന്ന എല്ലാവിധ ദുഷ്ടന്റെ വ്യാപാരത്തെയും ഈ പകൽ വചനം വെട്ടുകയാ. ഈ പകൽ 25-ാമത്തെ വർഷം ദൈവസഭ പട്ടണത്തെ പിടിക്കട്ടെ. പട്ടണത്തെ പിടിക്കണ്ട. ജാതികൾ സത്യദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ഓടിക്കയറട്ടെ. ഈ പകൽക്കാലം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി ജയിച്ചവന്റെ ശക്തിയാണ്. ധൈര്യത്തോടെ പറയണം. ഇന്നലെ വരെ നിന്റെ മുൻപിൽ നിന്ന് പ്രതിസന്ധിയോട് പറയണം, നീ എന്നോട് പോരാടാൻ നിൽക്കരുത്. എന്റെ ഉള്ളിൽ നിൽക്കുന്നവൻ ജയിച്ചവനാണ്. ഇന്ന് പകൽ ദാഗോന്റെ ക്ഷേത്രത്തിൽ ദൈവത്തിന്റെ പെട്ടകം വച്ചപ്പോ ദാഗോൻ മുട്ടുകുത്തി വീണെങ്കിൽ ഈ പകൽ ഇവിടെ ആരാധന അടക്കുമ്പോ ഈ അമ്പേർ കോണത്തെ അടക്കി പാടുന്ന, ഈ മലയങ്കിഴ് പഞ്ചായത്തിനെ അടക്കി പാടുന്ന, ഈ ബ്ലോക്കിനെ അടക്കി പാടുന്ന, ഈ ജില്ലയെ അടക്കി വാഴുന്ന ദുർഭൂത മണ്ഡലങ്ങൾ ഈ പകൽ ദൈവസഭയുടെ മുൻപിൽ മുട്ടുകുത്തുണ്ട്. അങ്ങനെ സംഭവിക്കുന്നു കേട്ടോ. മടയത്ത് മുളപൊട്ടി വൃക്ഷങ്ങൾ പൊങ്ങി വരുന്നത് പോലെ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമല്ല ചില സ്റ്റേറ്റുകൾക്കകത്ത് ദൈവസഭകൾ പൊങ്ങി വരുമ്പോ, ദൈവിക ശുശ്രൂഷകന്മാർ പൊങ്ങി വരുമ്പോ, ദൈവിക ശുശ്രൂഷകന്മാർ
എന്നോട് ദൈവാത്മാവ് പറയുന്നു, എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ഒരു ആരാധന പോലെയല്ല. ഇതിനകത്ത് ദൈവിക അധികാരം വെളിപ്പെടുന്നുണ്ട്. അധികാരം വെളിപ്പെടുന്നുണ്ട്. ചെറ്റക്കുടിലിനകത്തിരുന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോ, പിതാക്കന്മാർ ആരാധിച്ചപ്പോ, ദൈവസഭ ഇത്രത്തോളം ദൈവത്തിന് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇത്രയും ദൈവജന ഇവിടെ ഇരുന്ന് ആരാധിച്ച അടുത്ത 25 വർഷത്തിനകം ഇമ്മുള്ളവിലും 1000 ഇരട്ടി ദൈവസഭയെ തരാം. അതിനുള്ള പ്രൊവിഷനുകൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനുള്ള നന്മകൾ വെളിപ്പെടട്ടെ. ഈ പകൽ പ്രാപിക്ക് നിന്റെ വാക്തത്വത്തെ ഈ പകൽ മുറുകെ പിടിച്ച് ആത്മാവിൽ ചിലവിനെ ജയിക്ക്. ഇന്റെ സ്ഥിതി മാറും. നിന്റെ ഉദരത്തിനകത്ത് തരാമെന്ന് പറഞ്ഞത് എന്റെ ദൈവ ചിലവ് കൈമാറ്. നിന്റെ കൂടാരത്തിൽ തരാമെന്ന് പറഞ്ഞത്, നിന്റെ ഉപജീവനത്തിൽ തരാമെന്ന് പറഞ്ഞത് ഈ പകൽ ദൈവ കൈമാറ്. ഈ പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി എന്നെ കാണിക്കുന്നു. വ്യക്തമായി ദൈവസഭയോട് പറയാൻ പറയുന്നു, ഈ പകൽക്കാലം കേവലം ഇതിനകത്ത് ഒതുങ്ങുന്ന വിടുതലല്ല. രാജ്യങ്ങളുടെ മേൽ വിടുതലുകൾ നടക്കുക. രാജ്യങ്ങളുടെ മേൽ വിടുതലുകൾ നടക്കുക. ഈ പകൽക്കാലം തലമുറകളുണ്ടോ, യൗവനക്കാരുണ്ടോ? ഈ പകൽ നീ പ്രാർത്ഥിക്ക്. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല, നിന്റെ കഴിവിന്റെ യോഗ്യതയല്ല, നിന്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ യോഗ്യതയല്ല, നിന്നെ കൊണ്ടുപോകേണ്ട ഇടത്ത് നിന്നെ മുട്ടുകുത്തിക്കാനാ, നിന്റെ കുടുംബത്തെ തകർക്കാനാ, നിന്റെ ജീവിതത്തെയും നിന്റെ സഭയെ തകർക്കാനാ ശത്രു പദ്ധതിയിട്ടത്. പക്ഷെ ശത്രു ചെയ്ത പദ്ധതിയിൽ നിന്റെ സഭ ഉയരുന്നു, ശത്രുവിന്റെ മുട്ടുകുത്തുന്നു. എന്റെ ദൈവം വചനാടിസ്ഥാനത്തിൽ പറയുക, ഫെലിസ്ത്യരെ നീ പിടിച്ചു കൊണ്ടുപോയത് ഇസ്രായേലിനെ തകർക്കാനാ. പക്ഷെ ദൈവം പറയുക, ഇനി നീ കാണാൻ പോകുന്നത് നിന്റെ മുട്ടുകുത്തുന്നു, ഇസ്രായേൽ ജയിച്ചു നിൽക്കുകയാണ്. വ്യക്തമായി ദൈവം അവനോട് പറയുന്നു, നിനക്കെതിരെ, നിന്റെ കുടുംബങ്ങൾക്കെതിരെ, ഇവിടെ ഇരിക്കുന്ന തലമുറകൾക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കിയത് തകർക്കാനാ, തേജസ് നൽകറ്റാനാ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്താനാ, ചിതലമാക്കാനാ. അവനൊരുക്കിയ പദ്ധതിയുടെ നടുവിൽ നീ ജയാളിയായി നിൽക്കുമ്പോ, നീ ആ ശത്രു പാളയത്തിനകത്ത് ചിലവിന്റെ മുട്ടുകൾ കുമടങ്ങപ്പെടുന്നു, ചിലവ് നിലവിളിച്ചോടി കയറി വരുമോ. അത്തരത്തിലുള്ളൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ വിശ്വസിക്കുക, നമ്മൾ ജയിക്കും. നമ്മുടെ ശിരസ് ഉയരും. നമുക്ക് വേണ്ടി കർത്താവ് കരുതും, നമുക്ക് വേണ്ടി ദൈവം കരുതും, നമുക്ക് വേണ്ടി ദൈവം ഉയർത്തും. നമ്മുടെ കരത്തെ ദൈവം ഉയർത്തും. നമ്മുടെ തലയെ കാട്ടുപോത്തിന്റെ കൊമ്പിനെ ഉയർത്തുന്ന പോലെ ഉയർത്തും. നമ്മുടെ ശൂന്യതകൾ മാറും.
ഇന്നത്തെ നിന്റെ കണ്ണുനീര് നാളത്തെ സാക്ഷ്യങ്ങളായി മാറും. ഇന്നത്തെ നിന്റെ വേദി കണ്ണുനീരിന്റെ നാളുകൾ നാളത്തെ നിന്റെ സാക്ഷ്യത്തിന്റെ വേളകളായി മാറും. ഇന്നത്തെ നിന്റെ രോഗങ്ങൾ നാളെ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമായി മാറും. ഇന്നത്തെ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകൾ ദൈവത്തിന്റെ വലിയ വിശാലതകളായി മാറോ. നാളുകളിൽ നീ പറയുക, എന്റെ ദൈവമാണ് എന്നെ കൊണ്ടുപോകുന്നത്, എന്റെ ദൈവമാണ് എന്നെ സഹായിച്ചത്, എന്റെ ദൈവമാണ്. പ്രിയരെ, ശത്രു തകർക്കാൻ പിടിച്ചു കൊണ്ടുപോയതാ. പക്ഷെ ശത്രുവിൻ്റെ ദൈവത്തെ സാന്നിധ്യം തകർത്തു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇനി ദൈവസഭ ചെറിയ യുദ്ധങ്ങളല്ല, വലിയ യുദ്ധങ്ങൾ ചെയ്യും. ശത്രുവിൻ്റെ ഇരിപ്പിടങ്ങൾ നമുക്ക് പോരാട്ടം മനുഷ്യരോടില്ല, നമുക്ക് പോരാട്ടം അസോസിയേഷനുകളോടില്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടാണ്. ഈ വേഷത്തെ അടക്കി വാഴുന്ന ചില വാഴ്ചകൾ ഈ വേഷം വിട്ടുമാറ്. വലിയ മതത്തിന്റെ കുടുക്കുകളിൽ നിന്ന് ദൈവ കൂട്ടമായി ചിലവിനെ പുറപ്പെടുക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇനി വിടുതലുകൾ കുടുംബത്തെയല്ല കൊണ്ടുവരുന്നത്, വിടുതലുകൾ കുടുംബങ്ങൾ കയറി വരും. 5ലധികം കുടുംബങ്ങൾ ഓരോ വിടുതലിനകത്തും കെട്ടുപൊട്ടി കയറി വരുന്ന വലിയൊരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. 5 കുടുംബമല്ല, അതുപോലെ ദേശങ്ങൾ ഇളകി വരുന്ന ഫെലിസ്ത്യയെ പിടിച്ചു കൊണ്ടുപോയി. എങ്കിലും ദാഹോൻ മുട്ടുകുത്തിക്കുക. പിറ്റേ ദിവസം വന്ന് ദാഹോനെ എടുത്തു നിർത്തി. പിറ്റേ ദിവസം ആയപ്പോൾ ദാഹോന്റെ തല തകരായി കിടന്ന് ഉരുളുക. ആത്മാവിലൊരു ദൂത് കൈമാറാം. നിനക്കെതിരെ ശത്രു ചെയ്ത പദ്ധതികൾ, ശത്രു ചെയ്ത തീയമ്പുകൾ അഭയനാണയത്തിൽ തിരിച്ചടിച്ച് നിന്റെ കുടുംബത്തെ എങ്ങനെ തകർക്കാൻ ശ്രമിച്ചോ, അതേ രീതിയിൽ നിന്റെ സഭയെ എങ്ങനെ ഒതുക്കാൻ ശ്രമിച്ചോ, അതേ രീതിയിൽ എൻ്റെ ദൈവം നീതിയുള്ളവനെന്ന്, എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് തെളിയുന്ന സീസണുകൾ എൻ്റെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. ഹല്ലേലൂയ. വേഗത്തിൽ പോട്ടെ. ദൈവാത്മാവ് ചലിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടണം. എങ്കിലും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് സമയത്തെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. അതുമാത്രമല്ല, 2:30 അവിടെ വേറെ സർവീസ് തുടങ്ങണം. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ദൂതിലേക്ക് പോകട്ടെ. ഇതെല്ലാം സംഭവിക്കുമ്പോഴും തേജസ് പിടിക്കപ്പെടുന്നു, മഹത്വം പോകുന്നു. അപ്പോഴും വിദൂരതയിൽ യാഗം മറക്കാതെ ദൈവമേ ഭവനത്തോട് ചേർന്ന് യാഗപീഠം പണിത് ഒരുവൻ ദൈവത്തെ ആരാധിക്കുക, ഒരുവൻ ദൈവത്തെ സ്തുതിക്കുക. അവൻ്റെ പേര് ശമൂവേൽ. 7-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. പിന്നെ 5-ാം അധ്യായത്തിന് ശേഷം 7-ാം അധ്യായത്തിൽ ഫെലിസ്ത്യർ ശക്തമായി വരുമ്പോൾ ശമൂവേൽ ചാടി എഴുന്നേറ്റിട്ട് ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി നമ്മൾ ഇങ്ങനെ നിന്നാൽ നമ്മളെ ശത്രു തകർത്തു കളയും. എന്നിട്ട് ശമൂവേൽ പറയുക, തകർക്കാനുള്ള കാരണം ഒന്നേ ഉള്ളൂ. ഇന്നിൻ്റെ അനുഭവം വന്നപ്പോൾ
ഇന്നലെ നടത്തിയ ദൈവത്തെ മറന്നു. പ്രിയരെ, ഇന്നു പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന മണ്ണൊലിഞ്ഞു പോകുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബജീവിതം ഒന്ന് ആടി ഉലയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ സഭ ഒന്ന് ആടി ഉലയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, തലമുറകളുടെ ജീവിതം ആടി ഉലയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇരിക്കുന്ന ഇരിപ്പിലിരുന്നിട്ട് ചോദിക്കണം, ഇമ്മലകളിൽ നടത്തിയ ദൈവത്തെ നമ്മൾ മറന്നുപോയോ? അമ്മയുടെ ഉദരം മുതൽ ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തെ നമ്മൾ മറന്നുപോയോ? ശമൂവേലിനൊരു കാര്യം പിടികിട്ടി. ശത്രുപ്രബലനാകാൻ കാരണം ദൈവത്തെ ദൈവജനം മറന്നതാണ്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജയത്തിൻ്റെ കാരണം ആ ദൈവ. നമ്മൾ ജീവനോടിരിക്കുമ്പോൾ പിന്നെ കാരണം ആ ദൈവ. എവിടെ പോയാലും എവിടെ മാനിക്കപ്പെട്ടാലും വമ്മ വഴി നമ്മൾ മറക്കരുത്. നടത്തിയ ദൈവത്തെ നമ്മൾ മറക്കരുത്. വേദപുസ്തകം നിങ്ങൾ കൃത്യമായി പോയി വായിക്കണം. 7-ാം അധ്യായത്തിൽ ശമൂവേൽ പറയുന്ന ചില പദങ്ങളുണ്ട്. അവിടെ ശമൂവേൽ പറയുക, ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ഇന്നിൻ്റെ പ്രതിസന്ധിയിൽ ദൈവം നിങ്ങളെ വിളിപ്പിച്ചപ്പോൾ, ദൈവം ഒരു അനുഗ്രഹത്തിലേക്ക് എടുത്ത് നടത്തിയപ്പോൾ, ആ അനുഗ്രഹത്തിനകത്ത് നന്മകൾ അനുഭവിക്കുമ്പോൾ ഇന്നലത്തെ പ്രതിസന്ധി നമ്മൾ മറന്നു. ഞാൻ ഒത്തിരി ചിന്തിച്ചു. ഈ പ്രസംഗം എൻ്റെ ഹൃദയത്തിനകത്ത് സംസാരിക്കുമ്പോഴും ഈ പദങ്ങളൊക്കെ ഇന്നലെ രാത്രി എടുത്ത് വായിക്കുമ്പോഴും ഞാൻ ഒത്തിരി ചിന്തിച്ചു. പ്രിയരെ, 2025 ഏപ്രിൽ 6 നമ്മൾ നിൽക്കുമ്പോൾ, പോട്ടെ വർഷങ്ങളുടെ ചരിത്രം ഒന്നും നോക്കണ്ട, ഈ ആലയത്തിനകത്ത് കടന്നു കയറിയപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ കുടുംബത്തിൽ വന്ന ഓരോ പ്രതിസന്ധികൾ എന്തായിരുന്നു? ഓരോ പ്രതികൂലങ്ങൾ എന്തായിരുന്നു? എത്രയോ രാത്രികൾ വീട്ടിനകത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് സ്നേഹത്തോടെ നിൽക്കുന്ന പലരും അന്ന് എതിരായിരുന്നു. ഇന്ന് ചേർത്ത് പിടിച്ച പലരും അന്ന് നമ്മെ തള്ളി മാറ്റുമായിരുന്നു. അവിടെയൊക്കെ നടത്തിയത് ദൈവമല്ലേ? ഇമ്മിൻ്റെ അനുഗ്രഹം വന്നപ്പോൾ നമ്മൾ ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ മറന്നില്ലേ? ഇന്നലകളിൽ ദൈവം നടത്തിയത് മറന്നില്ലേ? ഇന്ന് പകൽക്കാലം ശമൂവേൽ പറയുക, അങ്ങനെ മറക്കരുത്. മറന്നാൽ ശത്രു പ്രബലനാകും. ഹല്ലേലൂയ. എത്രയോ പകൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നമ്മൾ പോയ വാഹനം, നമ്മൾ ഓട്ടിച്ച വണ്ടി എത്രയോ പ്രാവശ്യം ആക്സിഡൻ്റ് വന്നു, എത്രയോ പ്രാവശ്യം പ്രതികൂലം വന്നു, എത്രയോ പ്രാവശ്യം മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലുകളുടെ വരാമ്പയിലും ഓടി നിന്നു. അവിടെയൊക്കെ നടത്തിയ ദൈവത്തെ മറക്കരുത്. അവിടെ മറന്നതുകൊണ്ട് ശത്രു പ്രബലനായി വന്നത്. ശത്രു പ്രബലനായപ്പോൾ ശമൂവേലിന് മനസ്സിലായി, ഈ ജനം അന്യദേവന്മാരെ ആരാധിക്കുക, അസ്തരോത്തിനെ ആരാധിക്കുക, ഫെലിസ്ത്യ ദേവന്മാരെ ആരാധിക്കുക, ബാലിന് മുട്ടുകുത്തുക. ശമൂവേൽ ചെയ്തത് കേൾക്കണോ? സഭ മൊത്തം വിളിച്ചു. നമ്മുടെ സഭ പോലെ ഒന്നുമല്ല. പ്രവാമയെ അഭിഷിക്തം വിളിച്ചപ്പോൾ എല്ലാം വന്നുകൂടി. ശമൂവേൽ ചെയ്ത് കേൾക്കണോ? അവൻ രട്ടുടുത്തു, സകല ജനത്തിനെയും വെള്ളമൊഴിച്ചു ശുദ്ധീകരിച്ചു. വീട്ടിൽ പോയി വായിച്ചാൽ മതി. വെള്ളമൊഴിച്ചു ശുദ്ധീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം ഉപവസിക്കണം. അടുത്ത് വചനം പറയുന്നത് ഇങ്ങനെയാ, ശമൂവേൽ ആ ഉപവാസത്തിൻ്റെ നടുവിൽ മിസ്പയ്ക്കും ഷേനും മധ്യേ ഒരു കല്ലെടുത്ത് നാട്ടി അവനെ കരം വച്ച് മാറോട് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പറഞ്ഞു, ഈ കല്ലെടുത്ത് നാട്ടിയിട്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. എന്നിട്ട് അവൻ ഒരു പദം വിളിച്ചു പറഞ്ഞു, എബനേസർ. ശമൂവേലിനോട് ചോദിച്ചേ, ശമൂവേലേ, എന്തിനാ നീ അവൻ എടുത്ത് നാട്ടിയത്? എന്തിനാ കല്ലിൻ്റെ വെള്ളം തളിച്ചിട്ട് നീ ചേർത്ത് പിടിച്ചിട്ട് ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചെന്ന് പറഞ്ഞത്?
അവൻ പറയാനുള്ള കാരണം ശമൂവേലിനോട് ചോദിച്ചു. ശമൂവേൽ പറയും, പാസ്റ്ററേ, എൻ്റെ യാത്ര തീരാൻ സമയമായി, എൻ്റെ ശുശ്രൂഷ തീരാൻ സമയമായി. ഇനി ചില നാളുകൾ, ചില വർഷങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ ഭൂമി കാണുമായിരിക്കും. പക്ഷെ എൻ്റെ പിന്നാലെ വരുന്നൊരു ജനമുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നൊരു ജനമുണ്ട്, എൻ്റെ പിന്നാലെ വരുന്ന എൻ്റെ മക്കളുണ്ട്. അവർ പലപ്പോഴും നടത്തിയ ദൈവത്തെ മറക്കുന്നുണ്ട്, നടത്തിയ ദൈവത്തെ മറക്കുന്നുണ്ട്. ആ കുടുംബക്കാർ നടത്തിയ ദൈവത്തെ മറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവർ കാണുമ്പോഴൊക്കെയും ദൈവം നടത്തിയ ഓർക്കേണ്ടവന് ഒരു കല്ല് മാറ്റി പറഞ്ഞു, യഹോവ ഇത്രത്തോളം എന്നെ സഹായിച്ചു. പ്രിയരെ, വചനം പറയുന്നു, ശമൂവേൽ നാട്ടിയത് ശമൂവേലിന് വേണ്ടിയല്ല. ശമൂവേൽ കല്ല് നാട്ടിയത് സകല ഇസ്രായേലർക്കും വേണ്ടി. ഈ കല്ല് കാണുമ്പോൾ അവർ പറയണം, എബനേസർ. വാക്കിനർത്ഥം എന്ത്? ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് പകൽ നിങ്ങൾക്ക് എത്ര ദൈവം ഉയർത്തിയാലും. കഴിഞ്ഞ ദിവസം ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു ആൻറ്റി ഇരുന്ന് പറയുന്ന കേട്ടു, ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയതാണ്, ദൈവം എന്നെ ഇത്രത്തോളം മാനിച്ചു. ഞാൻ ഇതൊക്കെ കേട്ടോണ്ട് ചിന്തിച്ചു, ഹല്ലേലൂയ. മാനിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് നിങ്ങളുടെ തലമുറയ്ക്ക് ഓർക്കേണ്ടതിന്, നിങ്ങളുടെ കുടുംബം ആരാധിക്കേണ്ടതിന് ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം ഉണ്ടാകണം. ദൈവത്തിന് വ്യത്യസ്തമായൊരു പ്രാർത്ഥനാ റൂം ഉണ്ടാകണം. ഗസ്റ്റിന് റൂമില്ലേലും നീ ആരാധിക്കുന്ന ഒരിടമുണ്ടാകണം. നിന്റെ തലമുറ കാണുമ്പോൾ പറയണം, എൻ്റെ അപ്പനും അമ്മയും മുഴങ്ങാലിരുന്ന് കരഞ്ഞത് കൊണ്ടാണ്. ഇന്ന് പകൽ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഇന്ന് പകൽക്കാലം ഈ മാറാനാഥ റിവൈവൽ സെന്റർ 25 വർഷമായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവൻ്റെ ശിരസ് ഇത്രത്തോളം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവദാസനും ദൈവദാസിയും നമുക്ക് മുൻപിൽ നാട്ടിയൊരു കല്ലാണ്. തലമുറയോളം ഇത് കണ്ടു നിന്നിട്ട് പറയണം, ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ മറക്കരുത്. നമ്മുടെ നന്മ, ദൈവം നൽകിയ വഴികൾ മറക്കരുത്. ഇവിടെ നടത്തിയ ദൈവത്തിൻ്റെ വിശാലതകൾ മറക്കരുത്. ഇന്ന് പകൽക്കാലം നമുക്കെല്ലാം ഉണ്ടല്ലേ. ഒന്ന് ഇച്ചിരി ചൂടുണ്ട്, അതൊരു സീലിംഗ് വന്നാൽ മാറും, 2 AC വന്നാൽ മാറും. അത്രയും നമ്മൾ അനുഭവിക്കുന്ന വേദനയുള്ളൂ. പക്ഷെ ഇവിടെ വന്ന കാലത്ത് ദൈവജനം അനുഭവിച്ച കഷ്ടത വലുതാ, ദൈവദാസന്മാർ അനുഭവിച്ച കഷ്ടത വലുതാ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ടാർപോളിയം ഷെഡിൽ നിന്ന് ദൈവം ഇത്രത്തോളം നമ്മെ ഉയർത്തി, ഇത്രത്തോളം ദൈവം നമ്മെ മാനിച്ചു. 100 കണക്കിന് പേരിരുന്ന് ആരാധിക്കാൻ കഴിയുന്ന മനോഹരമായൊരു ഹോള് ദൈവം മെയിൻ റോഡ് സൈഡിൽ തന്നു. ഹല്ലേലൂയ. ദൈവദാസൻ ചിലപ്പോൾ സിൽവർ ജൂബിലിയിലൊക്കെ അനുഭവം പറയുമായിരിക്കും. ഇവിടെ നിന്ന് ദേശക്കാർ പലരും പറഞ്ഞു പോകുമെന്ന്. പക്ഷെ ദൈവം മാനിച്ച വിധം വലുത്, ദൈവം നടത്തിയ വിധം വലുത്. എന്താ കാരണം? ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇന്ന് പകൽക്കാലം മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതം അവർണ്ണനീയമാക്കി മാറ്റാൻ കഴിയും. ഒരു കാര്യം ചെയ്താൽ മതി, പൊട്ടനെ പോലെ ദൈവത്തെ ആരാധിച്ചാൽ മതി. ഒരു രോഗവും തൊടൂല, ഒരു മരണവും തൊടൂല. ദൈവം വച്ചിരിക്കുന്ന ആയുസ് നിന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല. ദൈവം വച്ചിരിക്കുന്ന ആയുസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പറയാൻ കഴിയും, യഹോവ എബനേസറാണ്, എനിക്ക് ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ശമൂവേൽ പറയുക, ഇത് നമുക്കൊരു സാക്ഷ്യമാണ്. ഇന്ന് പകൽ ഈ ആലയം നമുക്കൊരു സാക്ഷ്യമാണ്.
ഈ ആലയം നമുക്കൊരു സാക്ഷ്യമാണ് ദൈവത്തിൻ്റെ വലിയ വിശാലതകൾക്ക്, ദൈവത്തിൻ്റെ വലിയ നീതികൾക്ക്. രാജ്യങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതുക. പട്ടണങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു വരും. അതെല്ലാം ദൈവത്തിൻ്റെ നീതിയാണ്. ഈ പകൽക്കാലം ഒരു നിമിഷം കണ്ണുകളെ മൂടാമോ? ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും ദൈവം അടയട്ടെ.